ഒരു നാട്ടില് ഒരു നാൽക്കവലയിൽ അവിടുത്തെ ചെറുപ്പക്കാർ വൈകുന്നേരം ചായ കുടിച്ച് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം ഒരു 3-4 പേരുണ്ട്, പിറ്റേ ദിവസം 5-6 ആൾക്കാരായി, പിന്നെ ഒരു 10 ആൾക്കാരായി, പിന്നെ ഒരു 20 ആൾക്കാരായി. അവിടെ അവര് ആ ഇരിക്കുന്ന മജ്‌ലിസിൽ പഴയ ആൾക്കാർക്ക് അത് പരിചയമില്ല, പ്രായം ചെന്ന ആൾക്കാർക്ക് ആ മജ്‌ലിസ് പരിചയമില്ല. ആ പ്രായം ചെന്ന ആള് പറയും, ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ചെറുപ്പക്കാരൊക്കെ കൂടി വൈകുന്നേരം മഗ്‌രിബാകുമ്പോൾ കാണാൻ അവിടെ പോയി ഇരിക്കുന്നത്, അതൊരു ബിദ്അത്താണ്. ആ ഇരുത്തം ഭാഷാപരമായി ബിദ്അത്താണ്. നാട്ടിൽ മുമ്പില്ലാത്ത സംഗതി ഇപ്പൊ ഉണ്ടായതാണ്. അതൊരു പക്ഷേ ചിലപ്പം ഹസനയാകും, ചില സന്ദർഭങ്ങളിൽ സയ്യിഅയുമാകും. ഹസനയാകുന്നത് എപ്പോഴാണ്? ചെറുപ്പക്കാരുടെ ആ കൂട്ടം അവിടെ ഇരുന്ന് ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും നന്മയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഇരുത്തത്തെ അവർ കാണുന്നു. അതിനെ ഉലമാക്കൾ പറയും ബിദ്അത്തുൽ ഹസന. ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അതെന്തെങ്കിലും മതപരമായിട്ടുള്ള നിയമമായിട്ടിരിക്കുന്നതല്ല, ദീനിന്റെ പേരിൽ എന്തെങ്കിലും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതല്ല. അതേസമയം കൂടിയിരിക്കുന്ന ചെറുപ്പക്കാര് മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ സംഗീതം, പാട്ട് കേട്ട്, സിനിമ കണ്ട്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ് ആ മജ്‌ലിസിനെ മലീമസമാക്കുന്നെങ്കിൽ അതിന് പറയും അത് സയ്യിഅത്തായ ബിദ്അത്താണ്. അത് പെട്ടെന്ന് മാറ്റണം. അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഭാഷാപരമായിട്ടുള്ള ബിദ്അത്താണ്. ഇത് സയ്യിഅയുണ്ട്, ഹസനയുണ്ട്. അതുകൊണ്ടാണ് ഈ മൈക്ക് ബിദ്അത്തുൽ ഹസനയിൽ പെടും. എപ്പോൾ? ദീനിന്റെ കാര്യം പറയുമ്പോൾ. അത് ചിലപ്പോൾ നാടകത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് സയ്യിഅന്ന് ഉലമാക്കൾ പറയും. അതിൽ ആർക്കും തർക്കമില്ല. എന്തുകൊണ്ടറിയോ? അതിനെ മതവുമായി നമ്മൾ ബന്ധപ്പെടുത്തുന്നില്ല. അതേസമയം ജൂതനസാറാക്കൽ ഉണ്ടാക്കിയ ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളകത്ത് കയറിക്കൂടി ഇസ്ലാമിനെ കരിവാരിത്തേക്കുക എന്ന ചിന്തയിലൂടെ ഉണ്ടായ ബിദ്അ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറയപ്പെട്ട ബിദ്അത്താണ്. അതിൽ നല്ലതും ചീത്തയുമില്ല.